അടിച്ച് തൂഫാനാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളേറെ വലിയൊരു ആപത്ത് വരിക അല്ലെങ്കിൽ വലിയൊരു മർദ്ദനം ഏൽക്കേണ്ടി വരുന്നതൊക്കെയാണ് അതിനാണ് അങ്ങനെ പറയുക, അല്ല അങ്ങനെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. തൂഫാൻ എന്ന് പേരിട്ട ഒരു പദ്ധതിയുടെ പേരിൽ കുറേ പേരെ മയക്കുമരുന്നിൻ്റെ ആൾക്കാരെയൊക്കെ പിടിച്ചു. നല്ല കാര്യമാണത്. പക്ഷെ പിടിച്ചു വന്നപ്പോൾ അതിലൊരാൾ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വേണ്ടപ്പെട്ട ഒരു പരിചയമുള്ള ആളാണ് എന്നൊരു വിഷയം വന്നു. അപ്പോൾ അങ്ങനെ പരിചയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ MP-മാരും MLA-മാരും ഒക്കെ ഉള്ളപ്പോൾ ഒരു സെൽഫി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പെട്ടു എന്ന് വെച്ചിട്ട് അവരെയൊന്നും പഴി പറയാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല, അതിലപ്പുറം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അതിൻ്റെ ഉദ്യോഗസ്ഥനെ അവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ മെറ്റയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വന്ന കുറേ കാര്യങ്ങൾ സർക്കാർ പറഞ്ഞിട്ടാണോ അല്ലേന്ന് ഇപ്പോഴും അറിയില്ല. സർക്കാർ അതിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ VD സതീശൻ. എന്തായാലും അതും അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് K മുരളീധരൻ്റെ ഒരു വിശദീകരണമാണ്. എന്താണ് സത്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നെറ്റിലൊക്കെ നോക്കി അറിയുന്നതാണ്. ChatGPT-യോടൊക്കെ ചോദിച്ചാൽ, ജെമിനിയോടൊക്കെ ചോദിച്ചാൽ അറിയുന്ന കാര്യമാണ്. ഇവിടെ വന്ദേമാതരം മുഴുവനും പാടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. മുമ്പേ ഉള്ള നിയമമാണ് വന്ദേമാതരവും ജനഗണമനയും എന്താ ചൊല്ലുന്ന സമയത്ത് ശല്യപ്പെടുന്നത് കുറ്റകരമാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ നിയമമുണ്ട്, ഇനി ആ നിയമം മാറ്റിയിട്ടേ രക്ഷയുള്ളൂ, അല്ലാത്തോടത്തോളം ഞാൻ സമ്മതിക്കില്ല. എന്തായാലും വന്ദേ മാതരം എന്നുള്ളത് വന്ദേ താമര എന്നൊരു തലക്കെട്ട് നമ്മുടെ ദേശാഭിമാനിയിൽ നിന്ന് കണ്ടു. അത് നമ്മുടെ ഈ സർക്കാർ പോലും, കേരള സർക്കാരിൽ പോലും അതിന് താല്പര്യം ഉണ്ടായിരുന്നു. അതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. എന്താ അതിന് കുഴപ്പമെന്നാണ് സത്യത്തിൽ. ഇത് വരികൾക്ക് ഇത്രയുള്ള പ്രശ്നം. ഈ ഹിന്ദുക്കൾക്ക് എതിർപ്പുള്ള കേസല്ല അത്. ഹിന്ദു ദേവതമാരെ ഒക്കെ പുകഴ്ത്തുന്നതാണ്. അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ സംബന്ധിച്ച് പാടിക്കോട്ടെ. പക്ഷെ അത് നെഹ്റു അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നെഹ്റു ആണല്ലോ കോൺഗ്രസിൻ്റെ ഒക്കെ ഇപ്പോഴും നെഹ്റുവിനെ കോൺഗ്രസ്സിൽ അംഗീകരിക്കണില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് പാടുക. ആ പാടുന്ന സമയത്ത് തടസ്സപ്പെടുത്താണ്ടിരിക്കുക. ഇവിടെ സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയതല്ല, കസേര ചോദിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഓരോരോ വിവാദങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കേരള കേരള രാഷ്ട്രീയം, അത് കേരള ഭരണരാഷ്ട്രീയം, അത് രാഷ്ട്രീയ ഭരണം, എന്താ പറയേണ്ടത്. എന്തായാലും ദിവസം പ്രതി നമുക്ക് ഒപ്പെത്താൻ പറ്റുന്നില്ല. ഒരു സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാൾ, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരാൾക്ക് ഈ ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം കാര്യങ്ങളാണ് ദിവസം പ്രതി നടക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം വളരെ ചടുലമാണ്. എന്നും ഓരോ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പങ്കുവയ്ക്കാനും ഉണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഒരു വിധമായി. അവരൊക്കെ പണ്ട് കടക്കുപുറത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഇപ്പം അവരൊക്കെ എവിടെയെന്നാണ് അറിയാത്തത്.